ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കുന്നത്. നമ്മുടെ ചായയൊക്കെ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് മുക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ 3 എഗ്ഗാണ് എടുക്കുന്നത്. 3 എഗ്ഗും നമുക്ക് ഈ പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. ഇപ്പം ഇത് 3 കോഴിമുട്ടയും പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മറ്റ് വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉള്ളി അരിഞ്ഞതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളിയുടെ പകുതിയും അതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണവും 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ബ്രെഡൊക്കെ തയ്യാറാക്കുന്ന നേരത്ത് നമുക്ക് ബാറ്ററിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കഷ്ണം വെല്ലുള്ളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഞാനിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് നന്നായിട്ട് തന്നെ നമുക്ക് കലക്കി വയ്ക്കാം. ഈ മിക്സിൽ മുക്കിയിട്ടാണ് നമ്മുടെ ബ്രെഡ് പൊരിച്ചെടുക്കുന്നത്. ബ്രെഡ് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ കോഴിമുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡും നമുക്ക് കോഴിമുട്ടയുടെ മിക്സിൽ മുക്കിയ ശേഷം ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെയൊക്കെ കയ്യിൽ ബ്രെഡും എഗ്ഗും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണിത്. കാരണം ചായയൊക്കെ തിളയ്ക്കുന്ന നേരമാകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ സ്നാക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിൽ നിന്നത് മാറ്റാം. ഇതുപോലെ തന്നെ 2 ബ്രെഡും പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡിൻ്റെ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കോരി മാറ്റാവുന്നതുമാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്നാക്സും ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും കൂടിയാണ് ഈ ബ്രെഡ് സ്നാക്സ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ബ്രെഡ് സ്നാക്സ്. അപ്പം ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ബ്രെഡ് എഗ് ഓംലേറ്റ് ഇവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ സ്നാക്സ് ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്